കുറച്ച് നാളൊക്കെ മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പുതിന വാങ്ങിയിട്ടോ. എന്നിട്ട് അതിൻ്റെ തണ്ട് സാധാരണ കളയാറാണ് പതിവ്. പക്ഷെ അന്ന് കളഞ്ഞില്ല. ഒരു 2 തണ്ട് ഒന്ന് നട്ട് നോക്കി. ജസ്റ്റ് നട്ട് നോക്കിയതാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് അതൊന്ന് മുളച്ചു. ആദ്യമായിട്ടാണ് പുതിന ഞങ്ങൾ നട്ട് മുളപ്പിക്കുന്നത്. 2-3 ആഴ്ച മുമ്പേ ഇല ഏകദേശം ഒന്ന് വലുതായതായിരുന്നു. അപ്പോൾ അന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും കൂടി നിർത്തിയതാണ്. എന്തായാലും ഇപ്പോൾ ഒന്നും കൂടി വലുതായിട്ടുണ്ട് അന്ന് കണ്ടതിനേക്കാളും. ഇപ്പം ഞാനൊരു തണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചു. ഒന്നല്ല, ഒരു 2-3 ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് അന്ന് നട്ടതല്ലേ? അല്ല, അതെന്താ ഒരു തണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്? അത് തണ്ടല്ല, അതൊരു വേരിന്റെ രൂപത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇനി അത് അടിയിലേക്ക് വേരിറങ്ങും. സൈഡിൽ വേറെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതായത് പുതിയ ഉണ്ടാവുന്നുണ്ട്. വേരിങ്ങനെ അടിയിലേക്ക് വരും. എന്നിട്ട് അതിങ്ങനെ കടയിൽനിന്നൊക്കെ വേറെ ഉണ്ടായി കയറിയല്ലേ കുറെ. ഇതൊക്കെ വേറെ മുളച്ചതാ. ഫസ്റ്റ് ഉണ്ടായത് ഇത് 2 തണ്ട്. അതിൽ ബാക്കിയൊക്കെ ചീഞ്ഞ് പോയി. അങ്ങനെ ഇരുന്ന് പൊട്ടിച്ചെടുത്ത ഇല കൊണ്ട് ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മുമ്പും പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് പുതിനയുടെ ഇല വാങ്ങിയിട്ട് അത് വെച്ചിട്ടായിരുന്നു ജ്യൂസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ നട്ടു വളർത്തിയ ഈ ഒരു ഇല ഉപയോഗിച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഇഞ്ചിയും പിന്നെ ഏലക്കയും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത ഈ മിക്സിലേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് പുതിനയുടെ ഇല കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ അടിച്ചെടുത്ത മിക്സ് പിന്നെ അടുത്തായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ അരിപ്പയിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഏലക്കയുടെ ആ ഒരു പീസൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ അത്രയ്ക്ക് നന്നായിട്ട് അടിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഒറ്റൊരു അടി അടിച്ചാൽ മതി. ഒരുപാട് നമ്മൾ അങ്ങനെ അടിക്കേണ്ട കാര്യവുമില്ല. ജസ്റ്റ് ഒരു ജ്യൂസിലേക്ക് ആയതുകൊണ്ട് ഇത്ര അടിച്ചാൽ മതി. പിന്നെ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബും കൂടി ചേർക്കാവുന്നതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.